ഒരു വർഷം 13,000-ലധികം പിഞ്ചുമക്കൾ തങ്ങളുടെ ജീവൻ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ വിറങ്ങലിച്ചു പോകുന്ന കണക്കുകളാണിത്. ഇതിലേറ്റവും വലിയ പങ്കും പരീക്ഷാ പരാജയവും അതിരൂക്ഷമായ പഠന സമ്മർദ്ദവുമാണ്. 2022 രജിസ്റ്റർ ചെയ്ത NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ ബ്യൂറോയുടെ ഡാറ്റ നോക്കാം. 13,044 വിദ്യാർത്ഥികളാണ് ആ വർഷം മാത്രം നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഔദ്യോഗികമായി ഫെയിലിയർ ഇൻ എക്സാമിനേഷൻ എന്ന കാറ്റഗറിയിൽ മാത്രം 121 ജീവനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ എഴുതുന്നത് 20 മുതൽ 25 ലക്ഷം കുട്ടികൾ ലഭ്യമായ MBBS സീറ്റുകൾ വെറും 1.11 ലക്ഷം മാത്രമാണ് വിജയിക്കുന്നത്. അതായത് 5 മുതൽ 6% മാത്രം. JEE മെയിൻ എഴുതുന്ന 15 ലക്ഷം കുട്ടികളിൽ IITയിൽ എത്തുമ്പോഴേക്കും വിജയം വെറും 1% ചുരുങ്ങുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത് ഒരൽപ്പം വിപ്ലവകരവും അടിയന്തരമായി നമ്മൾ ചിന്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് ഈ ദുരന്തങ്ങൾക്ക് യഥാർത്ഥ കാരണം? നമ്മുടെ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായമാണോ അതോ ഇന്നും വികസിക്കാത്ത മാറാത്ത പഴയ ചിന്താഗതികളാണോ? കേന്ദ്ര ഗവൺമെന്റ് നവഭാരതത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയങ്ങളും തദ്ദേശീയ അവസരങ്ങളും നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇന്നും നമ്മൾ കുട്ടികളെ ഈ പഴയ കടലാസ് കഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ തള്ളിവിടുന്നത്? ഇന്ന് നമ്മൾ കൃത്യമായ ഡാറ്റയും വസ്തുതകളും വെച്ച് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ പരിശോധിക്കുകയാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും ഭാവിയെക്കുറിച്ചുള്ള കാര്യമാണ്. നമുക്ക് ആദ്യം പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാം. ഒരു കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഒരു കാരണം മാത്രമായിരിക്കില്ല. മാധ്യമ റിപ്പോർട്ടുകളും വസ്തുതകളും ചേർത്ത് വായിക്കുമ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രം 2018 മുതൽ 25 വരെയായി 110-ലധികം കുഞ്ഞുങ്ങൾ ജീവനൊടുക്കിയിട്ടുണ്ട്. 18-ൽ 11 കേസ്, 20-ൽ 14 കേസ്, 23-ൽ 14, 24-ൽ 19, 25-ൽ മാത്രം കുറഞ്ഞത് 32 ആത്മഹത്യകൾ. കോട്ട പോലെയുള്ള കോച്ചിംഗ് ഹബ്ബുകൾ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ കോച്ചിംഗ് മാഫിയ വളർത്തിയെടുത്ത അന്തരീക്ഷം ഓരോ വർഷവും 10 മുതൽ 20 വരെ JEE വിദ്യാർത്ഥികളെ ജീവനെടുക്കുന്നു. UPSC, PSC, CA, CUET, ബാങ്കിംഗ് പരീക്ഷകളെല്ലാം കൂട്ടുമ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം 40 മുതൽ 70 വരെ ആത്മഹത്യകൾ പ്രധാന മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: പരീക്ഷകളാണോ ഈ കുട്ടികളെ കൊലപ്പെടുത്തുന്നത് എന്ന്? ഒരിക്കലുമല്ല. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ പരീക്ഷ ഒരു വില്ലനല്ല. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ഭയം, കോച്ചിങ് സെൻ്ററുകളിലെ 12 മുതൽ 14 മണിക്കൂർ നീളുന്ന അടിച്ചേൽപ്പിക്കലുകൾ, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ, ഡോക്ടറോ എഞ്ചിനീയറോ ആയേ പറ്റൂ എന്ന ശാഠ്യം, ഇവയെല്ലാമാണ് ഒരു കുട്ടിയെ മാനസികമായി തകർക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങളായി ഇന്ത്യ ഭരിച്ച മുൻകാല സർക്കാരുകൾ ഉണ്ടാക്കി വെച്ച കൊളോണിയൽ ചിന്താഗതിയിലുള്ള മാർക്ക് ലിസ്റ്റിന് മാത്രം വില നൽകുന്ന സമ്പ്രദായത്തെ അപ്പാടെ തിരുത്തുകയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഒന്നാമത്, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ. ഒരു വർഷം പാഴായാൽ ജീവിതം പോയി എന്ന ഭയം മാറ്റാൻ NEP വഴി ഡിഗ്രി തലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠനം നിർത്തി ജോലിക്ക് പോകാനും പിന്നീട് തിരികെ വന്ന് കോഴ്സ് പൂർത്തിയാക്കാനുമുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. മാതൃഭാഷയിലെ പഠനവും തദ്ദേശീയ സാങ്കേതിക വിദ്യയും. മുമ്പ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഇന്ന് തദ്ദേശീയ ഭാഷകളിൽ ലഭ്യമാക്കാൻ മോദി സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്. ഇത് ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വൻതോതിൽ കുറയ്ക്കുന്നു. റോട്ട് ലേണിങ്ങിന് അന്ത്യം, അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. വെറുതെ പുസ്തകമൊക്കെ മനപ്പാടമാക്കി മാർക്ക് വാങ്ങുന്ന രീതിക്ക് പകരം പ്രാക്ടിക്കൽ നൈപുണ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാറ്റമാണ് സർക്കാർ കൊണ്ടുവരുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര നേതൃത്വം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്, ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് അവൻ പരീക്ഷയിൽ എഴുതുന്ന ഒരൊറ്റ കടലാസ് കഷ്ണം മാത്രമല്ല, മറിച്ച് അവൻ്റെ സർഗാത്മകതയും നൈപുണ്യവുമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? എന്ത് വന്നാലും കുട്ടിയെ ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആക്കണമെന്ന മാതാപിതാക്കളുടെ ഒരു പിടിവാശി. ഇന്ന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസനത്തിന്റെ പാതയിലാണ്. വികസിത ഭാരതം 2047 ലക്ഷ്യമിടുമ്പോൾ നമുക്ക് വേണ്ടത് കേവലം IIT നീറ്റ് ബിരുദധാരികളെ മാത്രമല്ല, ഡിജിറ്റൽ ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ന് AI, സെമി കണ്ടക്ടർ, ഡ്രോൺ ടെക്നോളജി, റോബോട്ടിക്സ്, ക്രിയേറ്റീവ് കണ്ടന്റ് മേക്കിംഗ് തുടങ്ങി ആയിരക്കണക്കിന് പുതിയ മേഖലകളും അവസരങ്ങളുമാണ് ദിവസേന തുറക്കപ്പെടുന്നത്. പിന്നെ പരീക്ഷകളിൽ പരാജയപ്പെട്ട പോലും
ഒരു കുട്ടിക്കും തൊഴിലില്ലാതെ വരില്ലെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നത്. മെഡിക്കൽ സീറ്റുകളിലെ വർധനവും വേറെ. അതായത് എനിക്ക് എന്ത് വന്നാലും ഡോക്ടർ ആയേ പറ്റൂ എന്ന കുട്ടികൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ എയിംസുകളുടെ എണ്ണവും എഞ്ചിനീയറിംഗ് മെഡിക്കൽ സീറ്റുകളുടെ എണ്ണവും മുമ്പില്ലാത്ത വിധമാണ് വർദ്ധിപ്പിച്ചത്. അതായത് വികസനത്തിലൂടെ അവസരങ്ങൾ കൂട്ടി കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സമ്മർദ്ദത്തിലാകുന്നത്? കാരണം സർക്കാരുകൾ എത്ര അവസരങ്ങൾ ഉണ്ടാക്കിയാലും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളും സമൂഹവും പഴയ ചിന്താഗതി ഒന്ന് മാറ്റാൻ തയ്യാറാകൂ. നിങ്ങളുടെ ആ ചിന്താഗതിയും ഒരു വലിയ പ്രശ്നമാണ്. അതൊരു സങ്കടകരമായ സത്യമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷ പരാജയപ്പെടുമ്പോൾ ഒരു കുട്ടി ജീവൻ എടുക്കുന്നുവെങ്കിൽ അത് ആ പരീക്ഷയുടെ കുറ്റമല്ല. ഈ പരീക്ഷ എങ്ങാനും ഞാൻ തോറ്റാൽ എൻ്റെ അമ്മയും അച്ഛനും എന്നെ അടിക്കുമോ, സമൂഹം എന്നെ കളിയാക്കുമോ, ഇങ്ങനെയുള്ള ഭയമാണ് അവനെ അതിലേക്ക് തള്ളിവിടുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എത്ര മാർക്ക് കിട്ടി എന്നല്ല മോനെ, അല്ലെങ്കിൽ എൻ്റെ മോളെ പ്രധാനം, നീ ഓക്കെ ആണോ? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് സ്ട്രെസ് ഉണ്ടോ? പേടിക്കേണ്ട, നിൻ്റെ കൂടെ എന്ത് വന്നാലും ഞങ്ങളുണ്ട്. ഈ ഒരൊറ്റ വാക്ക് ഒരു കുട്ടിക്ക് ലോകം കീഴടക്കാനുള്ള ധൈര്യം നൽകും. മാർക്ക് ലിസ്റ്റിലെ അക്കങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ആയുസിനേക്കാൾ വിലയില്ല. എഐയുടെയും പുതിയ സാങ്കേതിക വിദ്യയുടെയും ഈ യുഗത്തിൽ സർഗാത്മകതയും കഴിവുമുള്ള ഏത് കുട്ടിക്കും അതിജീവനത്തിൻ്റെ 1000 വഴികൾ മുന്നിലുണ്ട്. ഒരു റാങ്ക് നഷ്ടപ്പെട്ടാൽ, ഒരു വർഷം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ജീവിതം അവിടെ അവസാനിച്ചു എന്നല്ല. കേന്ദ്ര ഭരണകൂടം രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ നയങ്ങളും ലോക നിലവാരത്തിലേക്ക് മാറ്റുമ്പോൾ പൗരന്മാരായ നമ്മളും നമ്മുടെ ചിന്താഗതിയിലെ വികസിത ഭാരതത്തിലെ ലെവലിലേക്ക് നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. ഒരു റാങ്ക് നഷ്ടപ്പെടാം, ഒരു സീറ്റ് നഷ്ടപ്പെടാം, ഒരു വർഷം നഷ്ടപ്പെടാം, പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി ഈ കുഞ്ഞുങ്ങളാണ്. അവരെ മാർക്ക് വാങ്ങുന്ന യന്ത്രങ്ങളാക്കാതെ ധൈര്യമുള്ള, നൈപുണ്യമുള്ള, സ്മാർട്ടായിട്ടുള്ള പുതിയ തലമുറയെ നമുക്ക് വളർത്താം. പരാജയപ്പെടുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പുതിയൊരു വാതിൽ തുറക്കലാണെന്ന് അവരെ പഠിപ്പിക്കാം. ഇത്തരം ദുരന്തങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നമ്മുടെ വീടുകളിൽ നിന്നാണ് മാറ്റം ആദ്യം തുടങ്ങേണ്ടത്. വീട് നന്നായാൽ നാട് നന്നാവും എന്നാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. പരമാവധി മാതാപിതാക്കൾക്ക് ഇത് അയച്ചു കൊടുക്കൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.